അതിനുശേഷം ഒരു റിലീസ് തീയതി വരുന്നു, അന്ന് സിനിമ റിലീസ് ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് അന്ന് മാറുക. അങ്ങനെ പല ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനാണ് ഞാൻ. ഭൂരിപക്ഷം വരുന്ന സാധാരണ പ്രേക്ഷകരെ രസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും തിയേറ്റർ ഒരു ആഘോഷമാക്കി മാറ്റാനും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിനിമയ്ക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. ജിനു ഈ ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഖലീഫ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിലീസിന് ശേഷം ലഭിക്കുന്ന തിയേറ്റർ റെസ്പോൺസിൽ നിന്ന്, ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മറ്റെല്ലാ സെലിബ്രേഷൻ സിനിമകളും പോലെ ഈ സിനിമയും അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച ധാരാളം ആളുകളുണ്ട്, ടെക്നിക്കൽ ക്രൂവിലും ആക്ടേഴ്സൊക്കെ ആയിട്ട്. വളരെ ഈ സിനിമയിൽ ഞങ്ങൾക്കിങ്ങനെ അഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം ആദ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ അയാളുടെ ഒരു വലിയ വേൾഡ് ഉണ്ട്. അഹമ്മദ് അലി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഒരു വലിയ വേൾഡ് ഉണ്ട്. അപ്പോൾ അത് ഒരു ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഏടായിട്ടാണ് ഖലീഫയുടെ ആദ്യ ഭാഗം പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഇങ്ങനെ ഒരു ലെഗസിയുള്ള ഒരു വലിയ കഥാപാത്രത്തെ ആര് ചെയ്താലാണ് നന്നാവുക, ആരോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അധികം ആലോചിക്കാതെ തന്നെ ലാലേട്ടനല്ലാതെ, മോഹൻലാൽ അല്ലാതെ മറ്റാരാണ് അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് വരികയും നമ്മൾക്ക് ഇതെങ്ങനെ പറയും, അദ്ദേഹം അതെങ്ങനെയാണ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾക്കിടയിൽ രാജു സാറിനോട് സംസാരിച്ച സമയത്ത് തന്നെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വരികയും പിന്നീട് ഇതിൻ്റെ ശരിക്കുള്ള ഈ അഹമ്മദ് അലിയുടെ സാമ്രാജ്യം എന്താണ്, അയാളുടെ കഥയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി അത് വളരെ ആവേശത്തോടെ ആ സിനിമയുടെ ഭാഗമാകണം എന്ന ആവേശത്തോടെ ഈ സിനിമയിലേക്ക് വന്ന ലാൽ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം ഈ സിനിമയിൽ അത്ര വലിയ സാന്നിധ്യമായി വരികയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അവസാനം രൂപപ്പെട്ടു വന്ന സമയത്ത് അങ്ങനെ ആരെങ്കിലും കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായ ക്യാരക്ടേഴ്സ് അല്ല, കഥ ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ഇത് ആര് ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും സമയത്ത് ടോവിയെ ജിനു ആദ്യം വിളിക്കുകയും ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട്, ഇങ്ങനെയാണ് കഥയുടെ രൂപം, ലാലേട്ടനാണത് ചെയ്തത്, ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു. പെട്ടെന്ന് തന്നെ ടോവിയുടെ റെസ്പോൺസ്, എനിക്ക് കാശ് പോലും തരണ്ട, ഞാൻ വന്ന് ചെയ്തോളാം എന്നായിരുന്നു. താങ്ക് യു ടോബി, താങ്ക് യു സോ മച്ച് ഫോർ ദ. അതുപോലെ സൗബിൻ ഇതുപോലെ തന്നെ ഒരു എൻട്രി നമുക്ക് ആവശ്യമായി വരുന്ന, ഞാൻ കഥയുടെ വിശദാംശങ്ങൾ പറയുന്നില്ല കാരണം അത് അടുത്ത സിനിമയുടെ സർപ്രൈസുകളാണ്. വളരെ പ്രധാനപ്പെട്ട, വളരെ ക്രൂഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ടോബിയുടെയും സൗബിൻ്റെയും ഒക്കെ അടുത്ത പാട്ടിലെ കഥാപാത്രങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. അപ്പോൾ സൗബിനെയും ഇതുപോലെ നമ്മുടെ സിനിമയിലേക്ക് ക്ഷണിച്ച സമയത്ത് വളരെ സന്തോഷത്തോടെ വന്നു. ഇന്ന് അത് തിയേറ്ററിൽ കണ്ട സമയത്ത് ആ കോൺട്രിബ്യൂഷൻ, അവരുടെ പ്രസൻസ് എത്രത്തോളമാണ് ഈ സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആയതെന്ന് എന്നെപ്പോലെ തന്നെ പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങളും കണ്ടതാണ്. പ്രത്യേകം നന്ദി സൗബിൻ ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഉള്ളത് എൻ്റെ രാജുവാണ്. എന്താ പറയേണ്ടത് എനിക്കറിയില്ല, കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിനു ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കുറെ സുഹൃത്തുക്കൾ
ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സ്വപ്നം, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത്രയും വലിയ ഒരു സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും, ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും പാവം എൻ്റെ ജിനൂബി എബ്രഹാമിനൊന്നും ഇല്ല. ആളുടെ കയ്യിലുള്ളത് കുറേ വലിയ സ്വപ്നങ്ങളും ഒട്ടുക്കത്തെ കോൺഫിഡൻസും മാത്രമാണ്. അപ്പൊ അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഇത്രയും വലിയൊരു സ്വപ്നവുമായി ഇറങ്ങിയ സമയത്ത് ചങ്കായി ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് പൃഥ്വിരാജ്. ഈ സിനിമയിലെ ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ പ്രോജക്റ്റിന്റെ രൂപപ്പെടൽ മുതൽ റിലീസ് വരെ അനുദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്തു തന്ന പൃഥ്വിയുടെ ഒരു ശ്രമമാണ് ഈ സിനിമയിൽ നിന്ന് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്കും ഇത്രയും വലിയ ഒരു പെർഫെക്ഷനുള്ള, ടെക്നിക്കലി പെർഫെക്ഷനുള്ള ഒരു സിനിമയാക്കി മാറ്റുന്നതിനും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നതിനുമൊക്കെ ഏറ്റവും സഹായകരമായി മാറിയത്. ഒരുപാട് എഫേർട്ടിട്ടാണ് ഈ സിനിമ ചെയ്തത്. കാരണം സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷറികൾ ഉണ്ടായിരുന്നില്ല. ലൈക്ക് കുറേ ദിവസങ്ങൾ അങ്ങനെ